ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഒരു ഞായറാഴ്ച മടി പിടിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഇവിടെ അടുത്തൊരു ചന്തയുണ്ട്, അവിടെ പോകാറുണ്ട്. അങ്ങനെ ഏട്ടൻ അവിടെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ വരുന്ന വഴി ഇപ്പോൾ ലോലോലിക്കയുടെ സീസണാണല്ലോ. എൻ്റെ അറിയാവുന്നൊരു ചേച്ചി കൊടുത്തു വിട്ടതാണ് ലോലോലിക്ക. ചിലയിടങ്ങളിൽ ഇതിന് ലൂബിക്ക എന്നും പറയും കേട്ടോ. നല്ല പുളിയാണ്, അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലൊക്കെ നല്ല ടേസ്റ്റാട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമാണെന്ന് അറിയുന്നത് കൊണ്ട് എല്ലാ പ്രാവശ്യവും ആ ചേച്ചി തരും, അതുപോലെ കൊടുത്തു വിട്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ പണി ഇതാവട്ടെ എന്ന് ഓർത്തിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം, ഓരോന്നും കഴുകി വൃത്തിയാക്കാമെന്ന് ഓർത്തിട്ട് ലോലോലിക്ക കഴുകി മാറ്റി വെച്ചു. പിന്നെ ചന്തയിൽ നിന്ന് മേടിച്ചതായിരുന്നു നെല്ലിക്കയും ചെറുനാരങ്ങ കേട്ടോ. നല്ല വലിയതാണ് നെല്ലിക്ക, നല്ല വലുപ്പം ഉണ്ടായിരുന്നു. ചെറുനാരങ്ങ സാധാരണ കുഞ്ഞ് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ചെറുനാരങ്ങ ഒന്നും ചെയ്യണില്ല, നല്ല ചൂടുള്ള സമയമല്ലേ ഇപ്പോൾ. എന്തായാലും ലൈം ജ്യൂസ് മേടിച്ച് കുടിക്കലാണ് പരിപാടി ജോലിക്ക് പോകുമ്പോഴും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കലക്കി കൊണ്ട് പോവുകയാണെങ്കിൽ അതല്ലേ നല്ലത്, നല്ല വെള്ളമാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഇരുന്നാരെങ്കിൽ ഒന്നും ചെയ്യാതെ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു. നെല്ലിക്ക കണ്ടോ കഴുകി എല്ലാം സെറ്റപ്പാക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കും കേട്ടോ. എന്നിട്ട് ഓരോന്നോരോന്നോരായിട്ട് എടുത്ത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് അച്ചാർ വേണമെങ്കിൽ ഇടാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. കുറേ കാന്താരി പറിച്ചത് ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതും കൂടി ചേർത്തിടാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ 3 നെല്ലിക്ക എങ്ങനെയാണെന്നറിയുമോ, നല്ല വലിപ്പമുള്ളത് ഞാൻ എടുത്ത് മാറ്റി വെച്ചാണ്. നമുക്ക് ജോലിക്ക് പോകുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് വൈറ്റമിൻ എ കിട്ടട്ടേന്നേ. ഈ വെള്ളം തിളപ്പിച്ചാറി അതിലേക്ക് ഞാൻ ഉപ്പും ഇട്ട് വിനാഗിരി ഒഴിച്ച് ചൂടാറിയിരിക്കുന്ന കേട്ടോ. എളുപ്പപ്പണി ഇതാ. ഇത് ജബോട്ടിക്കാവയുടെ തൈയാണ്. ഞാൻ ഒരിക്കൽ കഴിച്ചതിൻ്റെ കുരു പാകിയിട്ട് മുളച്ച് നിൽക്കുന്ന, ചൂട് വലുതായിട്ട് വേണം ഒഴിച്ചു വെക്കാൻ. കറിവേപ്പില ഈ പാത്രത്തിലാണ് അടച്ച് വെച്ച് സൂക്ഷിക്കുക. അങ്ങനെ ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങളും അതിൻ്റെ കൂടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഈ പയർ കാന്താരി പറിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇത്രയേ ഉള്ളൂ, അത് കറി വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. അപ്പം ലോലോലിക്ക ഉപ്പിലിട്ടു, കുറച്ച് കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നെല്ലിക്കയായിരുന്നു കേട്ടോ, അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ. ബൈ.